ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ഒരു ഇളനീർ പായസം നോക്കിയാലോ. അപ്പോൾ നല്ല ഇളം കരിക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് പീസസ് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇനി അടുപ്പത്തൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം, പശുവിൻ്റെ പാല്. നമുക്ക് വലിയൊരു പീസ് ഏലക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് ഇളക്കി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതിന് അത്യാവശ്യം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തന്നെ പഞ്ചാരയെല്ലാം അലിയുന്നത് വരെ തന്നെ നമുക്ക് നന്നായിട്ട് സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതൊരു 3-4 വട്ടം നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരണം. അപ്പം നമുക്ക് ക്ഷമയോടെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള കരിക്കിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് പൾപ്പ് ഇട്ട് കൊടുക്കാം. പൾപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം പൾപ്പിടാൻ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചെറിയ പീസസ്, കരിക്കിൻ്റെ പീസസുകൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കാനായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ പായസമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു പായസം ചൂടോടെ തന്നെ കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം, അല്ല തണുത്തിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കുടിക്കാം. എങ്ങനെയാണെങ്കിലും ഇത് പൊളി ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡബ്ബയിലേക്കാക്കി അടച്ച് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്